വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നമുക്ക് പോകാം. എങ്ങനെയാണ് പ്രമേഹം പിടിപെടുന്നത്? അത് ജനിതകമാണോ? ഓക്കെ, അപ്പൊ ഇത് പലപ്പോഴും പ്രത്യേകിച്ച് അമ്മമാരെപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ദാറ്റ് ഈസ് എനിക്ക് പ്രമേഹമുണ്ട്, അപ്പൊ എന്റെ കുട്ടിക്ക് പ്രമേഹം വരാൻ സാധ്യത കൂടുതലാണോ എന്നുള്ളതാണ് പലപ്പോഴും വരുന്ന നമുക്ക് ചോദ്യം. അപ്പൊ ഇതിനകത്ത് ടൈപ്പ് 2 ഡയബറ്റീസിനെ കുറിച്ച് നമുക്ക് പറയാം. അതാണല്ലോ 85% ആൾക്കാരെ ബാധിച്ചിരിക്കുന്നത്. അതാണ് മുതിർന്നവരിൽ വരുന്ന പ്രമേഹം. ഇതിനൊരു സ്ട്രോങ് ജനറ്റിക് കമ്പോണന്റ് ഉണ്ട്. പക്ഷെ അതിന്റെ ഇൻഹെറിറ്റൻസ് പോളിജെനിക് ആണ്. പോളിജെനിക് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ജീനോ അല്ലെങ്കിൽ ഒറ്റ റീസണോ കാരണമല്ല ആ ഒരു ജനറ്റിക് റിസ്ക് വരുന്നത്. അപ്പൊ ചില ഡിസീസസിൽ അത് ഒരു സിംഗിൾ ജീനിന്റെ പ്രോബ്ലമാണ്. ആ ഒരു ജീനിൽ തന്നെ നമുക്ക് ഫോക്കസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് മാറ്റാൻ പറ്റും. ഇവിടെ അങ്ങനെയല്ല, പോളിജെനിക് എന്നാ പറയുന്നത്. വെച്ചാൽ പല പല കാര്യങ്ങളുണ്ട്. അങ്ങനെ റിസ്ക് ഉള്ള ആൾക്കാരിൽ അവരുടെ ഡയറ്റും എക്സസൈസ് റെജീമും ഒക്കെ മോശമാണെങ്കിൽ പെട്ടെന്ന് വരാനും സാധ്യതയുണ്ട്. അപ്പൊ ആക്ച്വൽ റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പേരന്റിന് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ടൈം റിസ്ക് എന്ന് വെച്ചാൽ നമ്മുടെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയ്ക്കോ ഒരാൾക്ക് മാത്രം ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നമുക്കത് വരാനുള്ള ലൈഫ് ടൈം റിസ്ക് ഏകദേശം 40% ആണ്. അതേസമയം നമ്മുടെ അച്ഛനും അമ്മയ്ക്കും രണ്ടുപേർക്കും ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വരാനുള്ള ലൈഫ് ടൈം റിസ്ക് 70% ആണ്. സോ നമുക്കതിന്റെ അന്ന് എന്താണ് പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാൻ പറ്റും? കാരണം നമ്മുടെ ജനറ്റിക്സ് നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. സോ നമുക്ക് ഇതിനകത്ത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? അത്തരം റിസ്ക് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഡയറ്റ്, അമിതമായി വണ്ണം വെക്കാതിരിക്കാനായിട്ട് ശ്രമിക്കണം, നല്ല രീതിയിൽ ഡയറ്റ് എടുക്കണം, നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യണം. ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ആ റിസ്കിന്റെ പെർസെന്റേജ് കുറയ്ക്കാൻ പറ്റും. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ചാണ് ശരിക്കും ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ പേരൻസിൽ ഒരാൾക്കുണ്ടെങ്കിൽ നമുക്കൊരു 40% ലൈഫ് ടൈം റിസ്ക് ഉണ്ട്, രണ്ടുപേർക്കും ഉണ്ടെങ്കിൽ 70% ലൈഫ് ടൈം റിസ്ക് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ റിസ്ക് വളരെ ഹൈ ആണ് എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കുക. അപ്പൊ അതിനുവേണ്ടി നമുക്ക് പ്രിവെന്റീവായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ആലോചിക്കും.